ബി.ജെ.പി. എന്ന് പറയുന്ന പാർട്ടി തന്നെ കൊലയാളികളുടെയും ആത്മഹത്യ ചെയ്യുന്നവരുടെയും ഒരു പാർട്ടിയായിട്ട് അധപ്പതിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് മാത്രം ഇത് മൂന്നാമത്തെ ആത്മഹത്യയാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് ഇപ്പോൾ ആത്മഹത്യ ചെയ്ത ആനന്ദ് കെ തമ്പി ആത്മഹത്യാ കുറിപ്പിൽ രേഖപ്പെടുത്തിയത് അതീവ ഗൗരവമായ ഒരു പ്രശ്നമാണ്. ബി.ജെ.പിയുടെ നേതാക്കൾ മണ്ണ് മാഫിയ സംഘത്തലവന്മാരാണ്. ആ മണ്ണ് മാഫിയ സംഘത്തലവന്മാരെ സംരക്ഷിക്കുന്നതിന് പറ്റാവുന്ന സ്ഥാനാർത്ഥിയെ തൃക്കണ്ണാപുരം ഡിവിഷനിൽ നിർത്തിയിരിക്കുകയാണ്. അതിലുള്ള പ്രതിഷേധമാണ് ആനന്ദ് കെ തമ്പിയുടെ മരണത്തിനിടയാക്കിയത്. യഥാർത്ഥത്തിൽ അതിന് മറുപടി പറയേണ്ടവർ ബി.ജെ.പി. നേതാക്കളാണ്. നേരത്തെ ഒരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തപ്പോൾ ആത്മഹത്യാ കുറിപ്പിൽ എഴുതി വെച്ചത് അച്ഛൻ്റെ കൂടെ ചെറിയ പ്രായത്തിൽ ശാഖയിൽ പോയി വന്നയാളാണ് ഞാൻ, പക്ഷേ ഇക്കാലം അത്രയും എന്നെ RSSകാർ പീഡിപ്പിക്കുകയായിരുന്നു, ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നു. അപ്പോൾ ലൈംഗിക പീഡനത്തിനും മാഫിയ സംഘത്തിനും നേതൃത്വം കൊടുക്കുന്ന ഒരു പാർട്ടിയായി ബി.ജെ.പി. മാറി. തിരുവനന്തപുരത്താണ് ഇതെല്ലാം നടക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്നാണ് കുറച്ച് മുമ്പ് ഒരു വാർത്ത കിട്ടിയത്. അത് ബി.ജെ.പിയുടെ കൗൺസിലർമാരായ ചിലർ ഹരിതകർമ്മസേന അംഗങ്ങളിൽ നിന്ന് കൈക്കൂലിയുടെ വിഹിതം ആവശ്യപ്പെട്ടു. ഇല നക്കിയവൻ്റെ ചിറി നക്കിയെന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. നാമമാത്രമായ വരുമാനമാണ് ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് കിട്ടുന്നത്. അതിൽ നിന്നാണ് വിഹിതം ആവശ്യപ്പെടുന്നത്. നേരത്തെ അനിൽ ആത്മഹത്യ ചെയ്തത് ബി.ജെ.പിയുടെ നേതാക്കന്മാർ അനിൽ പ്രസിഡൻ്റായ സഹകരണ സംഘത്തിൽ നിന്ന് വായ്പയെടുത്ത് വായ്പ കുടിശ്ശികയായപ്പോൾ തിരിച്ചടക്കാത്തത് കൊണ്ടാണ്. നിക്ഷേപകരായ ആളുകൾ അനിലിനെ ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങി. വീട്ടിൽ വന്ന് സത്യഗ്രഹമിരിക്കാൻ തുടങ്ങി. അനിൽ ആത്മഹത്യയെ അഭയം പ്രാപിച്ചുകൊണ്ടും തൻ്റെ ആത്മഹത്യക്ക് ഉത്തരവാദികളെക്കുറിച്ച് ചൂണ്ടിക്കാണിച്ചുകൊണ്ടും ബി.ജെ.പി. നേതാക്കൾക്ക് എഴുതി. ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ചാനൽ മുതലാളി ആ വീട്ടിൽ പോയപ്പോൾ അകാലത്തിൽ വിധവിയാക്കപ്പെട്ട അനിലിൻ്റെ ഭാര്യയെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എന്തിനാ ഇപ്പോൾ വന്ന്? എൻ്റെ ചേട്ടൻ എത്ര തവണ താങ്കളുടെ അടുത്ത് വന്നതാണ്, അന്നൊന്നും കണ്ടില്ലല്ലോ. ഏതാണ്ട് ഇതേ കാര്യമാണ് ബി.ജെ.പിയുടെ നേതാവും മുൻ വക്താവുമായിട്ടുള്ള M.S. കുമാർ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് അതീവ ഗൗരവമായ മറ്റൊരു പ്രശ്നമാണ്. അദ്ദേഹം പ്രസിഡൻ്റായ സഹകരണ സംഘത്തിൽ നിന്ന് ബി.ജെ.പിയുടെ ഉയർന്ന നേതാക്കൾ പോലും കടം വാങ്ങിയിട്ട് തിരിച്ചടച്ചില്ല. ഇങ്ങനെ നോക്കിയാൽ മണ്ണ് മാഫിയ സംഘത്തിൻ്റെയും ലൈംഗിക പീഡകരുടെയും കൈക്കൂലി വാങ്ങുന്നവരുടെയും ഒപ്പം നമ്മുടെ നാട്ടിൽ പല സഹകരണ സംഘങ്ങളിൽ നിന്നും വായ്പ വാങ്ങി തിരിച്ചടക്കാത്തവരുടെയും ഒരു പാർട്ടിയായി ബി.ജെ.പി. തിരുവനന്തപുരത്ത് മാറി. ജില്ലാ നേതൃത്വം ഇപ്പോൾ പറയുന്നത് ഈ ആനന്ദ് കെ തമ്പിയുടെ സ്ഥാനാർത്ഥിത്വം പരിഗണനയിൽ പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ആനന്ദ് കെ തമ്പിയെ സ്ഥാനാർത്ഥിയാക്കുകയോ ആക്കാതിരിക്കുകയോ ചെയ്യുന്നത് ബി.ജെ.പിയുടെ ആ രാഷ്ട്രീയ പാർട്ടിയുടെ തീരുമാനത്തെ അടിസ്ഥാനമാക്കിയാണ്. ആനന്ദ് കെ തമ്പി ഉയർത്തിയ ഒരു പ്രശ്നമുണ്ട്. ആ ഉയർത്തിയ പ്രശ്നം എന്ന് പറയുന്ന മണ്ണ് മാഫിയ സംഘമാണ് ബി.ജെ.പിയുടെ അവിടുത്തെ നേതാക്കൾ. അവരെ സഹായിക്കുന്നവരെ സ്ഥാനാർത്ഥിയാക്കുകയാണ് ചെയ്തത് എന്നതാണ്. അപ്പോൾ ആനന്ദ് കെ തമ്പിയെ സ്ഥാനാർത്ഥിയാക്കാതിരിക്കാൻ വേണ്ടി ഒരു നടപടി സ്വീകരിച്ചതിനെക്കുറിച്ചുള്ള പ്രശ്നമാണ് ഉയർന്നു വന്നത്. അതിനാണ് ബി.ജെ.പി. നേതാക്കൾ മറുപടി പറയേണ്ടത്. അനിലിൻ്റെ ആത്മഹത്യാ കുറിപ്പിൽ സഹിതം ഈ സംസ്ഥാന നേതൃത്വത്തെ ഒരു പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ഒരു കുറിപ്പാണ് പുറത്തു വന്നത്. പക്ഷേ അതെല്ലാം തള്ളിക്കൊണ്ട് ഇതുവരെയും അതൊന്നും അംഗീകരിക്കാൻ സംസ്ഥാന നേതൃത്വം തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അതുതന്നെയാണ് അനിലിൻ്റെ ആത്മഹത്യയെ സംബന്ധിച്ചും അവർ പറഞ്ഞത്. അതിൻ്റെ തനി ആവർത്തനമാണ് ആനന്ദിൻ്റെ ആത്മഹത്യയെക്കുറിച്ചും അവർ പറയുന്നത്. ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നത് മറ്റൊരു നിർവാഹവും ഇല്ലാത്ത ഘട്ടത്തിലാണ്. തൻ്റെ പാർട്ടിയുടെ നേതൃത്വം തന്നെ വഞ്ചിച്ചു എന്ന തോന്നലിൽ നിന്നാണ് അനിലും ആനന്ദും ആത്മഹത്യ ചെയ്യാനിടയാക്കുന്നത്. അപ്പോൾ അതൊക്കെ തിരസ്കരിക്കുന്ന പാർട്ടി സ്വന്തം അണികളെ വിശ്വാസത്തിലെടുക്കുന്നില്ല എന്നാണ് അർത്ഥം.
5 വർഷം കൗൺസിലറായി മത്സരിച്ച അനിലും കൗൺസിലറായി മത്സരിക്കാൻ വേണ്ടിയിട്ട് ന്യായമായും അവിടെ പരിഗണിക്കേണ്ട പേരുകാരനായ ആനന്ദും രണ്ടുപേരുമാണ് ആത്മഹത്യ ചെയ്തത്. അപ്പോൾ അതെല്ലാം തന്നെ വിരൽ ചൂണ്ടുന്നത് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ പിടിപ്പുകേടും കൊള്ളരുതായ്മയും ഒപ്പം മാഫിയ സംഘത്തെ സഹായിക്കുന്ന നിലപാടുമാണ്. സ്വാഭാവികമായിട്ടും പൊതുസമൂഹം ആനന്ദിനെ ഒരു തിരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥി മോഹിയാണെന്നുള്ള ഒരു ചിത്രീകരണത്തിലേക്ക് ചിലപ്പോൾ ബി ജെ പി അടക്കം കൊണ്ടുവരും. പക്ഷേ അവിടെ ഈ സഖാവ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ആനന്ദ് മുന്നോട്ട് വെച്ചത് ഏറ്റവും വലിയ ഗൗരവമായിട്ടുള്ള വിഷയങ്ങളാണ്. ആനന്ദിന് മത്സരിക്കാൻ മോഹമുണ്ടോ ഇല്ലയോ എന്നത് മറ്റൊരു കാര്യമാണ്. ആനന്ദ് ഉയർത്തിയ പ്രശ്നം ഗൗരവമായ പ്രശ്നമാണ്. അത് കേവലം ഒരു ബി ജെ പിയുടെ ആഭ്യന്തര പ്രശ്നം മാത്രമല്ല. ആനന്ദോ മറ്റേതെങ്കിലും ആളോ സ്ഥാനാർത്ഥിയാകണമെന്നത് ബി ജെ പിയുടെ ആഭ്യന്തര പ്രശ്നമാണെങ്കിൽ ആനന്ദ് ആത്മഹത്യാക്കുറിപ്പിൽ പറഞ്ഞ കാര്യങ്ങൾ ബി ജെ പിയുടെ ആഭ്യന്തര പ്രശ്നമല്ല. പൊതുസമൂഹത്തിന് ഉത്തരം കിട്ടിയേ പറ്റുള്ളൂ. RSSകാരനായി ജീവിച്ചത് തെറ്റാണെന്നാണ് ആത്മഹത്യക്കുറിപ്പിൽ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. RSS ആയിരിക്കുന്ന എല്ലാവർക്കും പിന്നീട് ഒരു തോന്നൽ വരുന്നത് ആ സംഘടന ശീലങ്ങളും രീതികളും അങ്ങേയറ്റ അപകടകരമായതുകൊണ്ടാണ്. ഒന്ന്, മറ്റു മതത്തിൽപ്പെട്ടവരെ, പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരെ ശത്രുക്കളായി കാണുന്നു, വെറുപ്പിൻ്റെ രാഷ്ട്രീയം ഉൽപ്പാദിപ്പിക്കുന്നു, അണികളെ മുഴുവൻ വർഗീയ വിഷം കുത്തിവെച്ച് അതിലേക്ക് നയിക്കുന്നു. 2, RSSൻ്റെ ശാഖകളിൽ നടക്കുന്നത് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനമാണ്. അതെല്ലാം പുറത്തു വന്നിട്ടുണ്ട്. അത് ഇപ്പം വന്നത് മാത്രമല്ല, മുമ്പും RSSൻ്റെ ശാഖകളിൽ ക്ലാസ്സുകൾ എടുക്കുന്ന ഉയർന്ന പദവിയിലെത്തിയ ആൾ പോലും RSSുമായി വിട പറയാൻ ഇടവന്നത് ഇത്തരം കാര്യങ്ങളാണ്. അതുകൊണ്ട് RSS ഒരു സാമൂഹ്യ വിരുദ്ധ പ്രസ്ഥാനമാണ്. ഗാന്ധിജിയെ കൊല്ലുന്നവർക്കുണ്ടോ മനുഷ്യത്വം? ഗാന്ധിജിയെ കൊന്നപ്പോൾ അവർ ആ നിരോധനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഗോവിന്ദ വല്ലഭായ് പട്ടേലിനും ജവഹർലാൽ നെഹ്റുവിനും എഴുതിയ കത്തിൽ പറയുന്നത് ഇനി മുതൽ ഞങ്ങൾ സാംസ്കാരിക സംഘടനയായി പ്രവർത്തിച്ചോളാമെന്നാണ്. ഇതാണോ സാംസ്കാരിക പ്രവർത്തനം? അതുകൊണ്ട് RSS ഒരു സാമൂഹ്യ വിരുദ്ധ സംഘടനയാണ്. MS കുമാർ അടക്കമുള്ളവർ ഉയർത്തിയിട്ടുള്ള ഒട്ടനവധി ആരോപണങ്ങളുണ്ട്. അതിലെല്ലാം ഈ പാർട്ടി BJP നേതൃത്വം സംശയത്തിന് നിഴലിലാണ്. ഇതിലൊന്നും തന്നെ ഇതുവരെയും വ്യക്തത വരുത്തിയിട്ടില്ല. ഇത് BJP നേതൃത്വം മറുപടി പറയേണ്ട കാര്യമല്ലേ? BJP നേതൃത്വം പ്രതിക്കൂട്ടിലാണ്. MS കുമാർ ഉയർത്തിയിട്ടുള്ള പ്രശ്നത്തിന് അവർ മറുപടി പറയണമെങ്കിൽ അവരുടെ സംസ്ഥാന നേതൃത്വമല്ലേ പ്രതിക്കൂട്ടിൽ? സംസ്ഥാന നേതൃത്വത്തിൻ്റെ മേലെയല്ലേ നടപടി സ്വീകരിക്കേണ്ടത്? MS കുമാർ ഉയർത്തിയ പ്രശ്നവും ഒരു ഗൗരവമായ പ്രശ്നമാണ്. അദ്ദേഹം ഒരു സഹകരണ സംഘത്തിൻ്റെ പ്രസിഡൻ്റാണ്. ആ സ്ഥാപനത്തിൽ നിന്ന് കടം വാങ്ങിയ സംസ്ഥാന നേതാക്കൾ കുടിശ്ശിക വന്നു, അവരോട് നിരവധി തവണ ആവശ്യപ്പെട്ടു, അവർ വായ്പാ തുക തിരിച്ചടച്ചില്ല. അതിൻ്റെ ഫലമായി നിക്ഷേപകർക്ക് പണം തിരിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല. BJP ഭരിക്കുന്ന ഒരു സഹകരണ സ്ഥാപനത്തിൻ്റെ നിലയാണത്. എന്ന് പറഞ്ഞാൽ സഹകരണ സ്ഥാപനം BJP നടത്തുന്നത് സാമ്പത്തിക തട്ടിപ്പ് നടത്താനാണ്.